ഒറ്റശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീനാക്ഷി കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അനന്ത അപ്പോഴും വന്നിട്ട് അകത്തേക്ക് കയറാമോ ചോദിക്കുക. അതിനെന്താ അനന്തേട്ടാ, കയറാലോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മീനാക്ഷി അനന്തുവിനോട് ആരുടെ വിഷമങ്ങളും അനന്തുവേട്ടന് മനസ്സിലാവില്ല എന്ന്. അതിന് പകരത്തിലാണ് വരുന്നത് അനന്ത് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്താ ടെസ്റ്റ് ട്യൂബ് ശിശു ഉറങ്ങിയോ എന്ന് ചോദിക്കും. ഇത് ടെസ്റ്റ് ട്യൂബ് ശിശു ഒന്നുമല്ല, ഞാനേ പ്രസവിച്ച കുഞ്ഞാണ് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതിൻ്റെ അച്ഛൻ മനുഷ്യൻ തന്നെയാണ്, ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. മീനാക്ഷി ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആരോടൊക്കെ വഴക്കടിച്ചു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി, മീനാക്ഷി അതിൽ തന്നെ നിന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അനന്തവേട്ടന് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. മീനാക്ഷി പറഞ്ഞല്ലോ ഞാനും ഭയങ്കര ദേഷ്യം വരും എന്നെല്ലാം പറഞ്ഞല്ലോ. മീനാക്ഷിക്കും ദേഷ്യമൊക്കെ വരില്ലേ, മനുഷ്യനല്ലേ എന്നിങ്ങനെ പറയണം. മീനാക്ഷിക്ക് അറിഞ്ഞു ഇന്നലെ പറഞ്ഞതിൻ്റെ പക പോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്നും മീനാക്ഷിക്ക് മനസ്സിലായി കേട്ടോ. പിന്നീട് അനന്ത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മീനാക്ഷി അമ്പിളിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അമ്പിളി ഇങ്ങനെ ചിപ്സും പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മീനാക്ഷിക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്താ മീനാക്ഷി കഴിച്ചോളൂ എന്നിങ്ങനെ പറയേ. എനിക്ക് വേണ്ട, എനിക്ക് ബേക്കറി പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയും. ഞാൻ തടിച്ചു പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തടിയാണ് എന്നിങ്ങനെ പറയും. പെൺകുട്ടികൾക്ക് ഇത്തിരി തടി വേണം, എപ്പോഴേ നന്നായിരിക്കുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇവിടെ അനന്തുവിൻ്റെ ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു മെല്ലിച്ചൊരു പെണ്ണാണ്, ഒരു ഭംഗിയില്ലാത്തവളാണ് എന്നിങ്ങനെ പറയും. ആണോ, അവരെല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയാം. മെലിഞ്ഞിട്ടായിരുന്നു, നിറയെ മുടിയുണ്ട്, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാം. അത് ശരി, അപ്പോൾ ഭംഗിയൊക്കെ ഉണ്ട് ഇല്ലേ ചോദിക്കുക. ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം പറയണ്, എന്തായാലും ശരി, എന്തായി ചേച്ചിയുടെ തീരുമാനം എന്ന് പറയണേ. എന്തായാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അവർ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് പോകുകയുള്ളൂ എന്നിങ്ങനെ പറയണേട്ടാ. അതിനുശേഷം തുളസിച്ചേട്ടൻ വരികയാണ്. തുളസിച്ചേട്ടൻ അങ്ങനെ ഓട്ടോറിക്ഷയിൽ പെട്ടെന്ന് തന്നെ വന്ന് ഇറങ്ങുന്നത് കാണുകയാണ് ഗോപിയേട്ടൻ്റെ. എന്താ ഞങ്ങളിവിടെ കുഞ്ഞിനെ നോക്കുന്നില്ല പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുക. അതല്ല, നിങ്ങളെന്തായാലും കുഞ്ഞിനെ നോക്കുന്നുള്ളത് എനിക്ക് എന്തായാലും അറിയും. പിന്നെന്താ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മീനാക്ഷി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ അച്ഛാ വന്നത് ചോദിക്കും. ഇല്ല, കല്ലുമോൾ എവിടേക്ക്, കല്ലുമോൾ റൂമിലാണ്, കല്ലുമോളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക പറയും. വേണ്ട, ഞാൻ റൂമിൽ പോയി കാണാം എന്ന് പറയും. അതിനുശേഷം റൂമിൽ പോയിട്ട് തുളസിച്ചേട്ടൻ എല്ലാം മീനാക്ഷിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവിടെ അങ്ങനെ ചന്ദ്രശേഖരൻ സാറ് വിളിച്ചൊന്നും ഇവിടെ പോലീസുകാർ വരും എന്നെല്ലാം അങ്ങനെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ആകെ വിഷമമാവുകയാണ്. വേണ്ട, നമ്മളെ സഹായിച്ചിട്ട് അവർക്കൊരു ഉപദ്രവമാകരുത്, നമുക്ക് എന്തായാലും ഇപ്പം തന്നെ പോവാച്ചാ എന്നിങ്ങനെ പറയണം. എന്തെന്നെ പ്രശ്നം വന്നാലും ശരി, ഞാൻ എൻ്റെ കല്ലുമോളെ കൊടുക്കില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയണം കേട്ടോ. പിന്നീട് തുളസിച്ചേട്ടൻ പറയണം, ഞാൻ എന്തായാലും മീനാക്ഷിയെ കൊണ്ടുപോവുകയാണ് എന്ന് പറയും. ഏതായാലും ഇവിടെ 2 ദിവസം ഇരിക്കാൻ വന്നതാണല്ലോ, അല്ല സ്ഥിരതാമസത്തിനല്ലല്ലോ വന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അവർക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മീനാക്ഷി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നീട് അമ്പിളിയോട് പോയിട്ട് മീനാക്ഷി പറയുകയാണ്. യാത്ര പറയാൻ നേരത്ത് അമ്പിളിയോട് പറയും, ശ്രീയേട്ടൻ പാവമാണ്, അയാളുടെ അമ്പിളി ചേച്ചിയുടെ മഞ്ഞ കണ്ണട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശ്രീയേട്ടൻ്റെ ഭാഗത്ത് ശരിയാണ്, അതുകൊണ്ട് ശ്രീയേട്ടൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണം എന്നിങ്ങനെ പറയുക. ഞാൻ പോവും, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി മാപ്പ് പറയില്ല, ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഗോപി ചെറിയച്ഛനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ശ്രീയേട്ടൻ വരും. പിന്നെ അമ്മ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്, അത് ഒരിക്കലും കളയരുത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അത് അമ്പിളി ചേച്ചി മറക്കരുത് എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അമ്പിളിയുടെ മനസ്സാകെ മൊത്തം പകുതൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. ശ്രീ വന്നു കഴിഞ്ഞാൽ എന്തായാലും അമ്പിളി പോകും, ആ ഒരു കണ്ടീഷനിലാണ് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അതേസമയം അവർ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഗോപി ചോദിക്കുന്നുണ്ട്, എന്താവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പറയണം, പൈസയായിട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം, എന്തെന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, എന്താ ചെയ്യേണ്ടത്, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താ ഉള്ളത് എന്നുള്ളത് ചോദിക്കായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ആരാണെന്നും ഇതിൻ്റെ ഒരു ഇടപാടും നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിവരം അറിയിക്കണം, ഞങ്ങൾ സഹായിക്കാനുണ്ടാകും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം തുളസിച്ചേട്ടനെ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. നന്ദിയൊന്നും പറയണ്ട, നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോകുള്ളൂ, അത് വേണ്ട, ഞാൻ ഒരുപാട് ഞങ്ങളെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം തുളസിച്ചേട്ടനും മീനാക്ഷിയും കുഞ്ഞും കൂടി കല്ലുമോളും കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്.